ശ്രീ ബൽദേവ്, ഇവിടെ ഈ കമ്മിറ്റി റിപ്പോർട്ട് വെറും പേപ്പറുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമായി മാറുമോ? ബഹുമാനപ്പെട്ട വിനു കിരിയത്ത് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമയിൽ നല്ല സംവിധായകരുണ്ട്, നല്ല അഭിനേതാക്കളുണ്ട്, നടന്മാരും നടികളും ഒക്കെ ഉണ്ട്. അവർക്ക് മൊത്തത്തിലും മലയാളികൾക്കും അങ്ങേയറ്റം പേരുദോഷമായിട്ട് മാറിയിരിക്കുകയാണ് ഈ റിപ്പോർട്ട്. പിന്നെ ഈ റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ മുന്നിൽ നിരവധി കമ്മീഷൻ ഉണ്ട്. ഷാ കമ്മീഷൻ, നാനാവധി കമ്മീഷൻ, ജെയിൻ കമ്മീഷൻ, ഇങ്ങനെ ഒത്തിരി കമ്മീഷൻ. ഈ പല റിപ്പോർട്ടുകളും വെളിച്ചം കാണാറില്ല. പക്ഷെ ഇവിടെ റിപ്പോർട്ടെങ്കിലും പുറത്തു വന്നു. ഇത് നടപ്പിലാക്കുന്നതിന് നേരത്തെ പലരും പറഞ്ഞതുപോലെ ഈ ഇരകൾ ആരാണ് അവർ മുന്നോട്ട് വരണം. ശ്രീജിത്ത് പറഞ്ഞതുപോലെ നിയമം ഇല്ലാഞ്ഞിട്ടല്ല. അവർക്കൊരു പരാതി കൊടുത്താൽ 354 376 ഒക്കെ എടുത്ത് കേസെടുക്കും, പോക്സോ കേസുകളെടുക്കും. അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേണമെന്നില്ല. എപ്പോ വേണമെങ്കിലും അവർക്ക് മുന്നോട്ട് വന്ന് ഇവിടെ നിരവധി നിയമങ്ങളുണ്ട് ഈ പീഡനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതെടുക്കാം. അതിന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടോ മറ്റോ റിപ്പോർട്ടോ വേണമെന്നില്ല. അങ്ങനെ വന്നാൽ ഗവൺമെന്റിന് മാറി നിൽക്കാൻ പറ്റില്ല. ഒരു പെൺകുട്ടി വന്ന് ഇന്ന നടൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിനിടേണ്ട സെക്ഷൻ ഇട്ട് കേസ് എടുത്തേ പറ്റൂ. ഒരു ഗവൺമെന്റിനും അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഈ സ്ത്രീകൾ മുന്നോട്ട് വരണം. ഈ ദുരവസ്ഥ ഇല്ലാതാക്കണം. നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയുടെ ആ നഷ്ടപ്പെട്ട പേര് തിരിച്ചെടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഗവൺമെന്റ് അതിന് തയ്യാറാണ്.